പിന്നെ കാണിക്കുന്ന യോക്കിൽ ചെറിയൊരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ട്രഡീഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ബോർഡർ തന്നെ നല്ല വീതിയുള്ള ബോർഡറും പിന്നെ ചെറിയൊരു ബോർഡറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം മാത്രമാണ് യോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് വരുന്ന യോക്കിന് എടുത്തിട്ട് പിന്നെ ആ ഒരു നല്ല വീതിയുള്ള ആ ബോർഡർ വെച്ചിട്ട് നമ്മുടെ നെക്കിൽ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത്രയും അളവ് കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ള ആൾക്കാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ യോക്ക് ആദ്യം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡർ വെച്ചിട്ടുള്ള നമ്മളിങ്ങനെ സെൻറ്ററിൽ ഇതേപോലെ നമ്മുടെ യോക്കിന് സെൻറ്ററിൽ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ രണ്ട് ഭാഗത്ത് ചെറിയൊരു ത്രെഡും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. താഴത്ത് ഞാൻ പ്ലീറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എന്താ പറയുക, ബാക്കിൽ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ നോർമൽ നെക്കായിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ 2 in 1 ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഇത്. ഞാൻ മൂങ്കോഡസ് എന്ന് കണ്ടിട്ട് റെഫറൻസ് എടുത്ത് അങ്ങനെ ചെയ്തതാണ്. ഈ